ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതാണ് മിനിമൽ കവർ അല്ല. മിനിമൽ കവറിന്റെ 3 സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു റിലേഷൻ സ്കീമയിൽ സെറ്റ് ഓഫ് എഫ് ഡിസ് തന്നിട്ടുണ്ടാവും. അതിന്റെ മിനിമൽ കവർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മിനിമൽ സെറ്റിനെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ 3 സ്റ്റെപ്സ് നമ്മൾ കണ്ടു. അത് പ്രോബ്ലം 1-2 നമ്മൾ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പൊ ആ പോർഷൻ തീർന്നിട്ട്, അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. മിനിമൽ കവർ, ഒരു സെറ്റ് ഓഫ് എഫ് ഡിസ് തന്നിട്ട് അതിന്റെ മിനിമൽ സെറ്റ് അല്ലെങ്കിൽ കനോണിക്കൽ കവർ അല്ലെങ്കിൽ മിനിമൽ കവർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമ്മുടെ പോർഷൻ എന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ ആണ്. ഇപ്പോ നോർമലൈസേഷന് പോണേക്ക് മുമ്പ് നമുക്കൊരു ടേബിൾ, ഒരു റിലേഷൻ തന്നാൽ അതിനകത്തുള്ള സൂപ്പർ കീ ആരൊക്കെയാണ്, കാൻഡിഡേറ്റ് കീ ആരാണ്, അതുപോലെ തന്നെ ഫോറിൻ കീ, പ്രൈം ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ്, അതുപോലെ തന്നെ നമുക്കൊരു റിലേഷൻ സ്കീമയിൽ ഏതൊക്കെയാണ് സൂപ്പർ കീസ്, ഏതൊക്കെയാണ് കാൻഡിഡേറ്റ് കീസ്, അതുപോലെ തന്നെ ഫോറിൻ കീസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രൈം ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻ സ്കീമയില് കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ സൂപ്പർ കീസ് ഉണ്ടല്ലോ, അതിനകത്ത് പാർട്ടായിട്ട് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് നമ്മുടെ പ്രൈം ആട്രിബ്യൂട്ട്. അതുപോലെ നോൺ പ്രൈം ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് കീയുടെ പാർട്ട് അല്ലാത്ത മെമ്പേഴ്സ് ആണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. അതായത് ഇപ്പൊ ഒരു റിലേഷൻ എടുത്താൽ അതിനകത്ത് നമ്മുടെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കുമല്ലോ. ഇപ്പൊ റോൾ നമ്പർ കോമ ഇമെയിൽ ഐ ഡി, അതാണ് നമ്മുടെ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിലെ കാൻഡിഡേറ്റ് കീയിൽ റോൾ നമ്പർ എന്ന് പറയുന്നത് ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് വേറൊരു പ്രൈം ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ ആ റിലേഷനിലെ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്താവും, നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക, പ്രൈം ആൻഡ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്. അതുപോലെ തന്നെ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഒരു റിലേഷൻ എടുത്താൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് കീസ് ഉണ്ടാവും. അതായത് ഓരോ റോയിനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അതെല്ലാം കാൻഡിഡേറ്റ് കീസ് ആണ്. അതിൽ നിന്ന് നമ്മൾ ആർബിട്രറിലി ഒരു സെറ്റ് ഓഫ് കീസിനെ നമ്മൾ എന്താക്കി വെക്കും, പ്രൈമറി കീ ആയിട്ട് വെക്കും. ബാക്കിയെല്ലാം എന്താവും, സെക്കൻഡറി കീസ് ആവും. അതായത് ഒരു റിലേഷനിലുള്ള സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീയിൽ നിന്ന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യും. അപ്പൊ ബാക്കി കാൻഡിഡേറ്റ് കീസിൽ വരുന്നതെല്ലാം ആരാണ്, സെക്കൻഡറി കീസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫോറിൻ കീ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് നോർമലൈസേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ റിലേഷണൽ ഡാറ്റാബേസ് ഡിസൈനിന്റെ ഗൈഡ് ലൈൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അതൊരു ഗുഡ് റിലേഷണൽ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ലൊരു റിലേഷൻ സ്കീം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസിൽ നമ്മൾ പറഞ്ഞായിരുന്നു, റിഡൻഡൻസിയും ഏറ്റവും മിനിമം ആയിരിക്കണം, അതുപോലെ തന്നെ ഡിലീഷൻ, ഇൻസേർഷൻ ആൻഡ് മോഡിഫിക്കേഷൻ അനോമലീസും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ടോപ്പിക് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ, ഈ ഒരു തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനോമലീസ് എങ്ങനെ ഒരു ഡാറ്റാബേസിൽ വരും, അതുപോലെ തന്നെ റിഡൻഡൻസീസ് വന്നാലുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കമ്പനി ഡാറ്റാബേസ് നമ്മൾ ഡിസൈൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതിനകത്ത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്പർ ഓഫ് റിലേഷൻസ് ഉണ്ടാവും. ഓരോ റിലേഷൻസിലും കുറെ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമ്മളൊരു ടേബിൾസ് ആക്കി നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം അതിനകത്ത് റിഡൻഡൻസി വരാം, അതുപോലെ തന്നെ അനോമലീസും വരാം. അപ്പൊ നമ്മളൊരു റിലേഷൻ സ്കീമ ഡിസൈൻ ചെയ്ത് കഴിയുമ്പം അതിനകത്ത് ഏറ്റവും മിനിമം റിഡൻഡൻസിയും ആവണം, അതുപോലെ തന്നെ അനോമലീസ് എല്ലാം എന്തായിരിക്കണം, ഏറ്റവും മിനിമം ലെവലിലായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറെ പ്രോബ്ലംസ് വരും. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, നമ്മൾ ഡിസൈൻ ചെയ്ത ഡാറ്റാബേസ് സ്കീമ അനോമലീസും റിഡൻഡൻസിയും ഉള്ള ഒരു റിലേഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്തെങ്കിൽ അത് ഒരിക്കലും ഒരു ഗുഡ് ഡാറ്റാബേസ് ഡിസൈൻ അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ റിലേഷനിലെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും പ്രൈമറി കീനെയൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ അതിനെ നോർമലൈസ് ചെയ്യും. അതായത് അതിനകത്തുള്ള റിഡൻഡൻസിയും അനോമലീസ് ഒക്കെ മിനിമൈസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യും. അത് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ്
ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആൻഡ് കീസ് ഇൻ ദാറ്റ് റിലേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും ഒരു ഗുഡ് ഡിസൈൻ, ഒരു നല്ലൊരു ഡിസൈൻ ആവണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അനോമലീസും റിഡൻഡൻസിയും ഒക്കെ മിനിമം ലെവലിലായിരിക്കണം. അപ്പൊ നമ്മൾ ആട്രിബ്യൂട്ട്സ് എല്ലാം ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ അതിനെ റിലേഷൻ ആക്കുമ്പോൾ അതിനകത്ത് റിഡൻഡൻസി അതുപോലെ തന്നെ അനോമലീസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ റിലേഷനിലുള്ള പ്രൈമറി കീസിനെ അതുപോലെ തന്നെ അനോമലീസിനെ റിഡൻഡൻസിനെ ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു റിലേഷൻ സ്കീമിനെ നമ്മൾ ഡികമ്പോസ് ചെയ്യും, അതായത് നോർമലൈസ് ചെയ്യും, ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആൻഡ് കീസ് ഇൻ ദാറ്റ് ടേബിൾ. ഓക്കെ, അപ്പൊ അതാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് നോർമലൈസ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അതൊരു നല്ലൊരു ഗുഡ് ഡിസൈൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, കുറെ നോർമൽ ഫോംസ് അവൈലബിൾ ആണ്. നമുക്ക് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ 5 നോർമൽ ഫോംസ് നമുക്ക് ഉണ്ട്. ആ ഓരോ നോർമൽ ഫോമിനും ഓരോരോ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ് വേണ്ടത്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്ത റിലേഷൻ അല്ലെങ്കിൽ ഒരു ടേബിള് ഫസ്റ്റ് നോർമൽ ഫോമിലാണോ, അതിന് വേണ്ടിയിട്ട് കുറെ കണ്ടീഷൻസ് ഉണ്ട്. അത് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഫസ്റ്റ് നോർമൽ ഫോമിലാണ്. അപ്പൊ ഇൻ കേസ് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്മൾ ഡിസൈൻ ചെയ്ത റിലേഷൻ സ്കീമിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ നോർമൽ ഫോമിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡീകമ്പോസ് ചെയ്യും. അപ്പോ ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അത് ചിലപ്പം ഏതെങ്കിലും ഒരു നോർമൽ ഫോം അല്ലെങ്കിൽ അതൊരു ഗുഡ് ഡാറ്റാബേസ് ഡിസൈൻ അല്ല, അതിനകത്ത് റിഡൻഡൻസിയും അനോമലീസും വന്നു എന്ന് അതിനകത്ത് കുറെ നമുക്ക് ആ ഡിസൈൻ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കുറെ ഡാറ്റ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, റിഡൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ റിഡൻഡൻസി വന്നാൽ തന്നെ അതിനകത്ത് കുറെ അനോമലീസും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ട് റിഡൻഡൻസിയും അനോമലീസും മിനിമം ലെവലിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ സെയിം റിലേഷൻ തന്നെയാണ് അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഡീകമ്പോസ് ചെയ്ത് 2 സെപ്പറേറ്റ് റിലേഷൻസ് ആക്കി വച്ചു. അപ്പൊ ഓരോ സെപ്പറേറ്റ് റിലേഷൻസും എന്തായിരിക്കും, റിഡൻഡൻസിയും അനോമലീസും ഏറ്റവും മിനിമം ലെവലിലായിരിക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു റിലേഷൻ കിട്ടിയാൽ അത് നോർമലൈസ്ഡ് ഫോം ആണോ അല്ലെങ്കിൽ റിഡൻഡൻസിയും അനോമലീസും മിനിമം ലെവലിലാണോ എന്നറിയാനുള്ള കുറെ പ്രൊസീജിയേഴ്സ് ആണ്. അതിന് ഡിഫറെന്റ് ഫോംസ് ഓഫ് നോർമലൈസേഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പൊ ആക്ച്വലി നമുക്ക് 5 നോർമൽ ഫോംസ് വരെയുണ്ട്. 1NF, 2NF, 3NF, 4NF, 5NF. നമുക്ക് സിലബസിൽ തൽക്കാലം എന്ത് വരെയുള്ളൂ, തേർഡ് നോർമൽ ഫോമും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ബോയ്സ് കോഡ് നോർമൽ ഫോം, അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക എന്താണ്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമുക്ക് അനോമലീസ് റിഡൻഡൻസി മിനിമം ലെവലിൽ കിട്ടാനുള്ള ഒരു റിലേഷൻ സ്കീമിലേക്ക് നമ്മൾ ഒരു ഡാറ്റാബേസിന് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ആ ഡാറ്റാബേസിലേക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അനോമലീസും കുറവായിരിക്കണം, റിഡൻഡൻസിയും കുറവായിരിക്കണം. ഇൻ കേസ് അനോമലീസും റിഡൻഡൻസിയും ഉള്ള ഡേറ്റ ആണ് എന്നുണ്ടെങ്കിൽ, ടേബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടേബിളിനെ നമ്മൾ നോർമലൈസ് ചെയ്യും അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യും, ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആൻഡ് കീസ്. അപ്പം എല്ലാ നോർമൽ ഫോംസും ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള കീസിനെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കീസ് ഉണ്ട്, ആ കീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡീകമ്പോസ് ചെയ്യണത്. അപ്പൊ ശരിക്കുമുള്ള നോർമലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓഫ് ബേസ് ടേബിൾ ഇൻറ്റു ഡിഫറെന്റ് കുട്ടി കുട്ടി ടേബിൾസ് ആക്കി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് നോർമലൈസേഷൻ. അത് ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് 1NF ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോമിന്റെ ഒരു വേരിയേഷൻ ആണ് ബോയ്സ് കോഡ് നോർമൽ ഫോം. ഇത്രയും നോർമൽ ഫോംസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള സംഭവം, ഓരോരോ നോർമൽ ഫോമിനും ഓരോരോ കണ്ടീഷൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ റിലേഷൻ സ്കീം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, അത് ആ പെർട്ടിക്കുലർ നോർമൽ ഫോമിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണു. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റിലേഷനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നു. ഡീകമ്പോസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഫസ്റ്റ് നോർമൽ ഫോമിലുള്ള റിലേഷൻസ് ആക്കി അതിനെ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് പ്രോസസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള സംഭവം, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കീസ് മുതൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്പാണ് ഉള്ളത്. നമുക്ക് എങ്ങനെയാണ് ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കീസ് ഏതൊക്കെയാണ്, കാൻഡിഡേറ്റ് കീ ആരാണ്, പ്രൈം ആട്രിബ്യൂട്ട് ആരാണ്, നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആരൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്പ് തൊട്ട് ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ തിയറിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഓരോരോ നോർമൽ ഫോമിന്റെയും കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നോർമൽ ഫോം ആണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ ഓഫ് ആൻ ആട്രിബ്യൂട്ട് മസ്റ്റ് ഇൻക്ലൂഡ് ഓൺലി അറ്റോമിക് വാല്യൂസ്.
അതായത് നമ്മളിപ്പോ ഒരു റിലേഷൻ എടുത്താൽ അതിനകത്ത് നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ആ എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും ഡൊമൈൻ എന്തായിരിക്കണം? സിംഗിൾ വാല്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആ ഒരു സ്ലൈഡിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ കാണുന്നുണ്ട്. ആ ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് നെയിം ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഉണ്ട്, മാനേജർ SSN ഉണ്ട്, ഡി ലൊക്കേഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഈ നാല് ആട്രിബ്യൂട്ട്സിന്റെയും ഡൊമൈൻ എന്തായിരിക്കണം? അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം. എന്നാലാണ് ഈ റിലേഷൻ ഫസ്റ്റ് നോർമൽ ഫോമിൽ ആവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഡി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് റിസർച്ച് 5 ആ ഒരു ടപ്പിളില് അതിന് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ടപ്പിളിൽ തന്നെ ഡി ലൊക്കേഷൻസിന് മൾട്ടിപ്പിൾ വാല്യൂസ്, മൾട്ടിപ്പിൾ ഡൊമെയിൻസ് വന്നിരിക്കുകയാണ്. അപ്പൊ അതെന്താണ്? ഫസ്റ്റ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഡി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ അറ്റോമിക് അല്ല, മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ടേബിൾ എന്താണ്? ഫസ്റ്റ് നോർമൽ ഫോമിൽ അല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഡാറ്റാബേസ് ഡിസൈൻ ഒരു നല്ല ഡിസൈനാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ നമുക്ക് ഏത് ആട്രിബ്യൂട്ട് ആണോ ഫസ്റ്റ് നോർമൽ ഫോം വയലേറ്റ് ചെയ്തത്, ആ ആട്രിബ്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതിനകത്ത് ഡി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആണ് ഫസ്റ്റ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിനകത്താണ് മൾട്ടി വാല്യൂഡ് വാല്യൂസ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് നോർമൽ ഫോമിൽ അല്ലാത്ത ടേബിൾസിനെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് 3 മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഈ ഒരു ടേബിളിനെ നമുക്ക് ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് ആക്കാനായിട്ട് 3 മെത്തേഡ്സ് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ആട്രിബ്യൂട്ട് ആണോ ആ ഫസ്റ്റ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ വയലേറ്റ് ചെയ്തത്, അതിനെ ഒരു സെപ്പറേറ്റ് ടേബിൾ ആക്കി നമ്മൾ കീപ്പ് ചെയ്യുക. സെപ്പറേറ്റ് ടേബിളിൽ ആ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും. നമ്മൾ ഏത് ടേബിളിൽ നിന്നാണോ അതിനെ സെപ്പറേറ്റ് ചെയ്തത്, അതിന്റെ പ്രൈമറി കീനെയും കൂടെ കൂടി എന്താണ് ഗ്രൂപ്പ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് റിലേഷൻ ആക്കി വയ്ക്കുക. അതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡി നെയിം, ഡി നമ്പറും മാനേജറിന്റെ SSനും ഒരു ടേബിളിലേക്ക് വെച്ചു. ഡി ലൊക്കേഷനാണ് ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡി ലൊക്കേഷനെയും അതുപോലെ തന്നെ നമ്മുടെ ബേസ് ടേബിൾ, അതായത് ഒറിജിനൽ ടേബിളിലെ പ്രൈമറി കീനെയും കൂടെ കൂടി ഗ്രൂപ്പ് ചെയ്ത് വേറെ റിലേഷൻ ആക്കി വെച്ചു. അപ്പൊ അതിനകത്തുള്ള ഡേറ്റാസ് എല്ലാം എന്തായി? സിംഗിൾ വാല്യൂഡ് ആയി. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ബെല്ലേർ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5 ഷുഗർല, അതായത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നു, പക്ഷെ അതെല്ലാം ഓരോരോ ടപ്പിൾസ് ആയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താ? ആ ബേസ് റിലേഷൻ, അതായത് ഒറിജിനൽ റിലേഷനെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് 2 കുട്ടി റിലേഷൻ ആക്കി. അപ്പൊ അതിനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂ എന്തായി? അറ്റോമിക് വാല്യൂസ് ആയിട്ട് മാറി. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താന്ന് വെച്ചാൽ, നമുക്കിപ്പോ നമ്മുടെ ഈ റിലേഷൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ ഏത് എന്താണ് ആട്രിബ്യൂട്ട് ആണോ നമ്മുടെ അറ്റോമിക് അല്ലാത്തത്. അപ്പൊ അറ്റോമിക് അല്ലാതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു സിംഗിൾ ടപ്പിളിൽ ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന് മൾട്ടിപ്പിൾ വാല്യൂസ് വന്നിരിക്കുകയാണെന്നല്ലോ. അപ്പം എന്ത് ചെയ്യുക? ഓരോ വാല്യൂസും, ആ ഡൊമൈനിന്റെ ഓരോ വാല്യൂസും ഓരോരോ സെപ്പറേറ്റ് ടപ്പിളായിട്ട് നമ്മൾ ആ ടേബിളിൽ കാണിക്കുക. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ഡി ലൊക്കേഷൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന് ഫസ്റ്റ് ടപ്പിളിൽ 3 വാല്യൂസ് വന്നിട്ടുണ്ട്. അതായത് ആ ഓരോ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ടപ്പിളായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? ഫസ്റ്റ് നോർമൽ ഫോമിലായി. അപ്പൊ ഇതാണ് അതിന്റെ സൊല്യൂഷൻ. അതായത് ഡി നെയിം, ഡി നമ്പർ, ഡി മാനേജർ SSN, ഡി ലൊക്കേഷൻ ബെല്ലേർ കൊടുത്തു. റിസർച്ചിന്റെ സെയിം നമ്പർ അതിന്റെ ഡി ലൊക്കേഷൻ ഷുഗർലാൻഡ് കൊടുത്തു. ഡി നമ്പർ 5 അടുത്ത ലൊക്കേഷൻ ഹൗസ്റ്റൺ കൊടുത്തു. അപ്പോൾ ഡൊമൈൻ മൾട്ടിപ്പിൾ വാല്യൂസ് ആയിരുന്നത് അത് ഓരോ സിംഗിൾ വാല്യൂസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആ റിലേഷനിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നു. അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് കോളം ആണോ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയത്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ മൾട്ടി വാല്യൂഡിനും നമ്മൾ ഓരോരോ സെപ്പറേറ്റ് കോളം ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിനകത്ത് റിസർച്ച് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് നമ്പറിനാണ് 3 ലൊക്കേഷൻ ഉള്ളത്. അപ്പൊ അതിന് 3നും ഓരോരോ കോളം തന്നെ ഫോം ചെയ്യുക. അപ്പോഴും അതെന്തായി? ഫസ്റ്റ് നോർമൽ ഫോം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമ്പർ 5ന് ഡി ലൊക്കേഷൻ 1 ബെല്ലേർ ആണ്, ഡി ലൊക്കേഷൻ 2 ഷുഗർലാൻഡ് ആണ്, ഡി ലൊക്കേഷൻ 3 ഹൗസ്റ്റൺ. ബാക്കി ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്പറിന് അവിടെ എന്താ? 3 ലൊക്കേഷൻ ഇല്ല. അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? നൾ എന്ന് പ്ലേസ് ചെയ്തു. ഓക്കെ, അതിന് ഏതാണോ ലൊക്കേഷൻ ഉള്ളത് അവിടെ മാത്രം നമ്മൾ കറസ്പോണ്ടിങ് ലൊക്കേഷൻ വാല്യൂ കൊടുത്തു. ബാക്കിയുള്ള കോളത്തിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു?
നൾ വാല്യൂ പ്ലേസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്തായി, നമ്മുടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാല് മെത്തേഡ് 3 ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് ഫസ്റ്റ് നോർമൽ ഫോർമുല. കാരണം എന്താ, ആ ഒരു റിലേഷനിലെ എല്ലാ കോളത്തിന്റെയും എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും ഡൊമൈൻ എന്താണ്, സിംഗിൾ വാല്യൂഡ് ആണ്. അപ്പം ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അതാണ് ഫസ്റ്റ് നോർമൽ ഫോമിന്റെ പ്രോസസ്സ്. ഫസ്റ്റ് നോർമൽ ഫോം ഓർത്തിരിക്കുക, നമ്മുടെ റിലേഷനിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സിന്റെയും ഡൊമൈൻ എന്തായിരിക്കണം, അറ്റോമിക് ആയിരിക്കണം, അല്ലെങ്കിൽ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഇൻ കേസ് സിംഗിൾ വാല്യൂഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റിലേഷനെ ഡീകമ്പോസ് ചെയ്തിട്ട് സ്മോളർ റിലേഷൻസ് ആയിട്ട് മാറ്റുക. അപ്പൊ ആ ഡീകമ്പോസിഷന്റെ പ്രോസസ്സാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ 1NF മാറ്റാം എന്നതിന്റെ 3 സൊല്യൂഷൻസ് ഉണ്ട്. ഈ എന്താണ് അറ്റോമിക് ആവണം എന്നുള്ളതിന്റെ 3 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് എന്താണ്, അതിനെ വേറൊരു ഏത് ആട്രിബ്യൂട്ടാണോ മൾട്ടി വാല്യൂഡ് കോൺസെപ്റ്റ് തെറ്റിക്കുന്നത് അതിനെ വേറൊരു റിലേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൈമറി കീ ഓഫ് ദ ടേബിൾ, അത് അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് സെപ്പറേറ്റ് റിലേഷൻ ആക്കുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ടപ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. ഓരോ ആട്രിബ്യൂട്ട്സ് വാല്യൂസിനെ നമ്മൾ സെപ്പറേറ്റ് ടപ്പിളായിട്ട് കീപ്പ് ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എല്ലാം സെപ്പറേറ്റ് കോളംസ് ആയിട്ട് വെക്കുക. ഓക്കെ, എത്ര വാല്യൂസ് ഉണ്ടോ അതിനെല്ലാം ഓരോരോ കോളംസ് കീപ്പ് ചെയ്യുക. അപ്പൊ ബാക്കി ഏതൊക്കെ ടപ്പിൾസിനാണോ മറ്റേ ലൊക്കേഷൻസ് ഇല്ലാത്തത് അവിടെയെല്ലാം നമ്മൾ നള്ള് പ്ലേസ് ചെയ്യാം. അതാണ് 3 മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് പയ്യെ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നോർമൽ ഫോം. ഓക്കെ, സെക്കൻഡ് വൺ 2NF ആണ്. 2NF എന്ന് പറഞ്ഞാൽ എന്താ, 2NFന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതിന്റെ കോൺസെപ്റ്റ് ആണ് സെക്കൻഡ് നോർമൽ ഫോം. അപ്പൊ ഇതിനകത്ത് പറയാനുള്ളത്, നമുക്കിപ്പോ ഒരു റിലേഷൻ എടുത്താൽ അതിനകത്ത് കുറേ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എക്സ് ഡിറ്റർമിൻസ് വൈ ആ ഒരു കോൺസെപ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം പറയാം, എന്നിട്ട് എന്താണ് സെക്കൻഡ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മുടെ ഒരു റിലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ഡിപ്പെൻഡൻസി ഫുൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, എക്സ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ നിന്ന് ഒരു ആട്രിബ്യൂട്ട് റിമൂവ് ചെയ്താൽ, അതായത് നമുക്ക് എക്സ് എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്താൽ നമുക്ക് ആ ഒരു ഡിപ്പെൻഡൻസി അവിടെ എക്സിസ്റ്റ് ചെയ്യരുത്. അതായത് ആ എക്സ് എന്നുള്ള ആട്രിബ്യൂട്ടിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ, എക്സ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ലിസ്റ്റിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതെല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വൈനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു FDs ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ SSNും P നമ്പറും കൂടി വെച്ചാലാണ് നമുക്ക് അവേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഇതൊരു കമ്പനി ഡാറ്റാബേസിന്റെ സ്കീമ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് വർക്ക് സോൺ എന്നുള്ളൊരു ടേബിൾ ഉണ്ട് കമ്പനി ഡാറ്റാബേസിൽ. അപ്പൊ ആ ഒരു ടേബിളില് 2 ആട്രിബ്യൂട്ട്സ് SSNും P നമ്പറും കൂടി കൊടുത്താൽ മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയി പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ SSN മാത്രം കൊടുത്താൽ അവേഴ്സ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എംപ്ലോയി കുറേ പ്രോജക്റ്റിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനി ഡാറ്റാബേസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ കമ്പനി ഡാറ്റാബേസിൽ ഒരു എംപ്ലോയി ഒരു പ്രൊജക്റ്റിനല്ല അസൈൻ ചെയ്യുന്നത്, ഒരു എംപ്ലോയിക്ക് കുറേ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിയുടെ SSNും വേണം, പ്രൊജക്റ്റിന്റെ നമ്പറും കൊടുത്താലാണ് എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്തു എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം നമുക്ക് അവേഴ്സ് എന്നുള്ള ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ, SSNും വേണം, P നമ്പറും വേണം. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാ. കാരണം എക്സ് എന്ന് പറയുന്ന സംഭവം SSNും P നമ്പറും ആണ്, വൈ എന്ന് പറയുന്നത് അവേഴ്സ് ആണ്. അപ്പം എക്സ് എന്നുള്ള സെറ്റിലെ 2 ആട്രിബ്യൂട്ടും കൂടിയാൽ മാത്രമാണ് നമുക്ക് വൈ എന്ന് പറഞ്ഞ അവേഴ്സ് അതിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയണത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, പാർഷ്യൽ ഡിപ്പെൻഡൻസി. പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ, ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, SSN, P നമ്പർ ഡിറ്റർമിൻസ് ഇ നെയിം. അതായത് നമുക്ക് ആ ഒരു ടേബിളിൽ SSN, P നമ്പർ ഡിറ്റർമിൻസ് ഇ നെയിം എന്നുള്ളൊരു FD തന്നിട്ടുണ്ട്. അത് പാർഷ്യൽ ഡിപ്പെൻഡൻസിയാ. കാരണം എന്താ, നമുക്ക് ഒരു എംപ്ലോയിയുടെ നെയിം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് SSNും P നെയിമും രണ്ടും കൂടെ വേണ്ട, ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് മതി. SSN മാത്രം
വെച്ചുകൊണ്ടും നമുക്ക് എന്താണ് ഈ നെയിം എന്നുള്ള ആട്രിബ്യൂട്ടിന്റെ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി എന്താ പാർഷ്യലാ. കാരണം SSN ഡിറ്റർമിൻസ് ഇ നെയിം എന്നുള്ളത് അവിടെ ട്രൂ ആണ്. അതായത് നമുക്ക് ആ SSനും P നമ്പറിന്റെ കോമ്പിനേഷൻ മസ്റ്റ് ആയിട്ട് വേണമെന്നില്ല എംപ്ലോയിയുടെ നെയിം ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. അപ്പൊ അവിടെയുള്ള FD എന്താണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഭവം, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും പാർഷ്യൽ ഡിപ്പെൻഡൻസിയും. അപ്പൊ ഈ നമുക്കൊരു റിലേഷനില് തന്നിട്ടുള്ള എല്ലാ FDസും എന്തായിരിക്കണം എന്നാണ് പറയണത്, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കണം. എന്നാലാണ് ആ ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ സെക്കൻഡ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ അത് ഓൾറെഡി ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. എല്ലാ നോർമൽ ഫോമിന്റെയും ഫസ്റ്റ് കണ്ടീഷൻ അതാണ്. അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഫങ്ഷണൽ നോർമൽ ഫോം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ്. അതായത് നമ്മുടെ ആ റിലേഷനിലുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും എങ്ങനെയായിരിക്കണം, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആയിരിക്കണം. പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇൻ കേസ് ആ FDസിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് പാർഷ്യൽ ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ ടേബിള് സെക്കൻഡ് നോർമൽ ഫോമിലല്ല, നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡിക്കമ്പോസ് ചെയ്യണം. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടോ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിപ്പെൻഡൻസിയില് എന്താണ് നമുക്കിപ്പോ ഒരു ഡിപ്പെൻഡൻസി തന്നാൽ അതിനകത്ത് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണോ നോക്കാനുള്ളതൊരു ഒരു മെത്തേഡാണ്. അപ്പൊ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് സെക്കൻഡ് നോർമൽ ഫോം എന്നുള്ളത് മനസ്സിലാക്കാം. സെക്കൻഡ് നോർമൽ ഫോം ബേസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ബേസിസിലാണ്. അപ്പൊ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും പാർഷ്യൽ ഡിപ്പെൻഡൻസിയും എന്താന്ന് പറഞ്ഞു. അപ്പൊ ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് എന്നുള്ള ആട്രിബ്യൂട്ട് ലിസ്റ്റിലെ ഫുൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വൈനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡിപ്പെൻഡൻസീസ് ആണ് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഇനി പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ളൊരു ഡിപ്പെൻഡൻസി നമ്മുടെ ടേബിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സിന്ന് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് റിമൂവ് ചെയ്താലും സ്റ്റിൽ അവിടെ ഒരു ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതിനെ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോ സെക്കൻഡ് നോർമൽ ഫോം പറയേണ്ടത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ്, പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അതാണ് അതിന്റെ കണ്ടീഷൻ, സെക്കൻഡ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ. ഇനി അത് നമുക്ക് ഇതിനകത്ത് ഈ പ്രോബ്ലം കാണിച്ചിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന FDs സെക്കൻഡ് നോർമൽ ഫോമിലാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കാൻഡിഡേറ്റ് കീയും പ്രൈമറി കീയും പ്രൈം ആട്രിബ്യൂട്ട്സ് എല്ലാം കണ്ടുപിടിച്ചാലാണ് നമുക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി അടുത്ത തേർഡ് നോർമൽ ഫോം കണ്ടുപിടിച്ചിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം അടുത്ത തേർഡ് നോർമൽ ഫോം. തേർഡ് നോർമൽ ഫോം ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സെക്കൻഡ് നോർമൽ ഫോം ബേസ് ചെയ്യുന്നത് ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിലാണ്. തേർഡ് നോർമൽ ഫോം ഇസ് ബേസ്ഡ് ഓൺ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. അപ്പൊ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A to B, B to C ആണെന്നുണ്ടെങ്കിൽ A to C എന്നുള്ളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അവിടെ വാലിഡ് ആണ്. അപ്പോ നമുക്കൊരു റിലേഷൻ സ്കീമ കിട്ടിക്കഴിഞ്ഞാൽ അത് തേർഡ് നോർമൽ ഫോമിലാവണം, അല്ലെങ്കിൽ റിലേഷൻ സ്കീമ ഈസ് ഇൻ 3NF അങ്ങനെയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്താണ്, ഇറ്റ് സാറ്റിസ്ഫൈസ് 2NF. 2NF സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതായത് അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതിന്റെ ഒപ്പം തന്നെ എന്താണ്, ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയും വരാൻ പാടില്ല. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഡസ് നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് നോ നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദ അനദർ നോൺ പ്രൈം ആട്രിബ്യൂട്ട്. അപ്പോൾ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ് നമ്മുടെ തേർഡ് നോർമൽ ഫോമിൽ പറയാനുള്ളത്. ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. ഈ ഫസ്റ്റ് ഡെഫിനിഷനെ തന്നെ നമ്മൾ ഒന്നും കൂടി ജനറലൈസ് പറഞ്ഞേക്കുവാണ്. സെക്കൻഡ് ഡെഫിനിഷനിൽ റിലേഷൻ സ്കീമ ആർ ഈസ് ഇൻ 3NF ഇഫ് എ നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സ് ഡിറ്റർമിൻസ് വൈ, ദെൻ എക്സ് സൂപ്പർ കീ ആയിരിക്കണം ഓർ വൈ ഈസ് എ പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പോൾ രണ്ട് ഡെഫിനിഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയണ പോലെ തന്നെ എന്താണ് നമുക്ക് എന്താണ് നമ്മുടെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി
എക്സിസ്റ്റ്, അത്രയും പറഞ്ഞാൽ മതി. സെക്കൻഡ് ഡെഫിനിഷനിൽ പറയുന്നത് നമ്മുടെ റിലേഷനിൽ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കണം, എക്സ് എന്തായിരിക്കണം, സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ വൈ എന്തായിരിക്കണം, പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പൊ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള എഫ് ഡി നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ കുറെ എഫ് ഡിസ് ഉണ്ടാവും. അതിനകത്തുള്ള എക്സ് ഡിറ്റർമിൻ ഓരോ എഫ് ഡിസും എങ്ങനെയായിരിക്കണം, ഓരോ എഫ് ഡിസിന്റെയും എക്സ് സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് എന്താണ്, പ്രൈം സൂപ്പർ കീ ആയിരിക്കണം, വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് എന്താ സെക്കൻഡ് നോർമൽ ഫോമിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനുള്ള മെത്തേഡ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണം, പ്രൈം ആട്രിബ്യൂട്ട്സ് ഒക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ലോങ് സ്റ്റെപ്പാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, സെക്കൻഡ് നോർമൽ ഫോം ഇസ് ബേസ്ഡ് ഓൺ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. അപ്പോൾ ഒരു റിലേഷൻ സെക്കൻഡ് നോർമൽ ഫോമിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ റിലേഷൻ ഓൾറെഡി അത് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണം. അത് സോറി, തേർഡ് നോർമൽ ഫോമിന്റെ കാര്യമായിട്ട് പറഞ്ഞത്. തേർഡ് നോർമൽ ഫോമിലാവണമെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി സെക്കൻഡ് നോർമൽ ഫോമിലായിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അതാണ് ജനറൽ ഡെഫിനിഷൻ 1. ഡെഫിനിഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റിലേഷൻ സ്കീമ തേർഡ് നോർമൽ ഫോമിലാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓരോ ഡിപ്പെൻഡൻസീസും അങ്ങനെയായിരിക്കണം. എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഓരോ ഡിപ്പെൻഡൻസിയിലും എക്സ് എന്തായിരിക്കണം, സൂപ്പർ കീ ആയിരിക്കണം, ഓർ വൈ ഇസ് എ പ്രൈം ആട്രിബ്യൂട്ട്. അതോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്താൽ മതി. ഓറാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള എഫ് ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, വൈ ഇസ് എ പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം. അപ്പം അതാണ് സെക്കൻഡ് ഡെഫിനിഷൻ. അപ്പൊ ഇങ്ങനെ ഡെഫിനിഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാൻഡിഡേറ്റ് കീ, പ്രൈം ആട്രിബ്യൂട്ട് ഏതാണ്, നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ളത്. ഇതൊക്കെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം ഒക്കെ ചെയ്തു നോക്കാനുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ തേർഡ് നോർമൽ ഫോമിന്റെ തന്നെ ഒരു സ്ട്രിക്റ്റർ വേരിയേഷൻ ആണ്. അപ്പൊ ബോയ്സ് കോഡ് നോർമൽ ഫോം തേർഡ് നോർമൽ ഫോമിന്റെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്താണെന്നുണ്ടെങ്കിലും അതിനൊരു ജനറൽ ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റിലേഷൻ സ്കീമ ആർ ഈസ് ഇൻ BCNF if whenever a non-trivial functional dependency x determines y then x is a super key ആയിരിക്കണം. അതായത് നമുക്ക് തേർഡ് നോർമൽ ഫോം, സാധാരണ തേർഡ് നോർമൽ ഫോമിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷനിലുള്ള എല്ലാ എഫ് ഡിസും എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള എല്ലാ ഡിപ്പെൻഡൻസീസിനും ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയായിരുന്നു. എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള എഫ് ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഒന്നുകിൽ സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ വൈ എന്തായിരിക്കണം, പ്രൈം ആട്രിബ്യൂട്ട് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. പക്ഷെ BCNF എന്താ, അതിനകത്ത് ഒരു കണ്ടീഷൻ മാത്രം, ഈ ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് തേർഡ് നോർമൽ ഫോമിൽ ആവുള്ളൂ, അല്ലെങ്കിൽ ബോയ്സ് കോഡ് നോർമൽ ഫോമിൽ ആവുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്, എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള എഫ് ഡിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കണം, മസ്റ്റ് ആയിട്ടും സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അത് തേർഡ് നോർമൽ BCNF എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓരോരോ നോർമൽ ഫോമും അതിന്റെ കണ്ടീഷൻസും ഓർത്തിരിക്കുക. ഫസ്റ്റ് നോർമൽ ഫോം ആട്രിബ്യൂട്ട് ഡൊമൈൻസ് അറ്റോമിക് ആയിരിക്കണം എന്ന് പറയണം. സെക്കൻഡ് നോർമൽ ഫോം ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ ഏതൊക്കെ എഫ് ഡിസ് ഉണ്ടോ അതെല്ലാം എന്തായിരിക്കണം, ഫുള്ളി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഹോൾഡ് ചെയ്യണമെന്ന് പറയണം. ഇനി മൂന്നാമത്തെ തേർഡ് നോർമൽ ഫോം, അതായത് തേർഡ് നോർമൽ ഫോമിൽ പറയുന്നത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസീസിനെ ബേസ് ചെയ്തിട്ടാണ്. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിൽ നിന്ന് പ്രൈമറി കീയിലേക്ക് വരാൻ പാടില്ല. അതാണ് തേർഡ് നോർമൽ ഫോം. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ കൂടി സ്ട്രിക്റ്റർ വേരിയേഷൻ ആണ് ഇത് ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ തേർഡ് നോർമൽ ഫോമിന്റെ കുറച്ച് സ്ട്രിക്റ്റർ വേരിയേഷൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ളൊരു ഡിപ്പെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കണം, മസ്റ്റ് ബി എ സൂപ്പർ കീ ആയേ പറ്റൂ, എന്നാൽ മാത്രമാണ് തേർഡ് നോർമൽ ഫോമിൽ ആവുള്ളൂ. ഇനി ഇൻ കേസ് നമ്മുടെ റിലേഷൻ സ്കീമാസ് ഒന്നും ഈ പറഞ്ഞ സെക്കൻഡ് നോർമൽ ഫോമിലും അല്ല, തേർഡ് നോർമൽ ഫോമിലും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിനെ സെക്കൻഡ് നോർമൽ ഫോം സാറ്റിസ്ഫൈഡ് ആക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തേർഡ് നോർമൽ ഫോമിലേക്കുള്ള റൂൾസും സാറ്റിസ്ഫൈഡ് ആക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ സ്കീം എന്താവുള്ളൂ, ഗുഡ് ഡാറ്റാബേസ് ഡിസൈൻ ആവുള്ളൂ. ഇത്രയാണ് അതിന്റെ തിയറി പോർഷൻ.
അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇനി ചെയ്യാനുള്ളത് കുറെ പ്രോബ്ലംസ് ആണ്. എങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുന്നത്? കാൻഡിഡേറ്റ് കീ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് നോൺ പ്രൈമും പ്രൈം ആട്രിബ്യൂട്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ സെപ്പറേറ്റ് ചെയ്താലാണ് നമുക്ക് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടോ അല്ലെങ്കിൽ അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയാണ് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇനിയുള്ളത് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. പ്രോബ്ലംസ് ചെയ്യാൻ തുടക്കം മുതലുണ്ട്. തുടക്കം മുതൽ ക്ലോഷർ ഉണ്ട്, മിനിമൽ കവർ ഉണ്ട്, അതുപോലെ തന്നെ എന്താ ഈ പറഞ്ഞ നോർമൽ ഫോംസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയും നോർമൽ ഫോമും അതിന്റെ റൂൾസും മനസ്സിലാക്കി പഠിക്കാം. നോർമലൈസേഷൻ പ്രോസസ്സ് എന്താണ് അതിന്റെ ക്രൈറ്റീരിയ, ഏതൊക്കെ നോർമൽ ഫോംസ് ഉണ്ട്, അതിന്റെ ഓരോ നോർമൽ ഫോമിന്റെയും കണ്ടീഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് ഇൻ കേസ് നമ്മുടെ റിലേഷൻ സ്കീം ഒരു നോർമൽ ഫോമിലല്ല തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്യാം. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഓരോ നോർമൽ ഫോമും അതിന്റെ കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റോമിക് ആയിരിക്കണം, അതാണ് അതിന്റെ കണ്ടീഷൻ. സെക്കൻഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. പാർഷ്യൽ ഡിപ്പെൻഡൻസി ആരൊക്കെ തമ്മിൽ വരാൻ പാടില്ല? ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് സൂപ്പർ കീയിലേക്ക് വരാൻ പാടില്ല. തേർഡ് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അപ്പൊ അതിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ് ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സ് കോഡ് നോർമൽ ഫോമിൽ മറ്റേ തേർഡ് നോർമൽ ഫോമിനേക്കാളും കുറച്ചും കൂടി സ്ട്രിക്റ്റർ വേരിയേഷനാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം എക്സ് ഡിറ്റർമിൻസ് വൈ എന്നുള്ള ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കണം? മസ്റ്റ് ആയിട്ടും ഒരു സൂപ്പർ കീ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അത് BCNF സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് കുറെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, കുറെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കുക. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് കീസ് സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. കീസ് കണ്ടുപിടിക്കണം. അപ്പോൾ കാൻഡിഡേറ്റ് കീ ആരൊക്കെയാണ്, പ്രൈം ആട്രിബ്യൂട്ട്, നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് നോർമൽ ഫോമിന്റെ കണ്ടീഷനും തേർഡ് നോർമൽ ഫോമും BCNFന്റെയും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിന്റെ ഒരു പാർട്ട്. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നോർമലൈസേഷൻ പ്രോസസ് ആയിരുന്നു. സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതിന് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമുക്കൊരു റിലേഷൻ തന്നാൽ നമുക്കിപ്പം ഏത് പ്രോബ്ലം എടുത്താലും, അതായത് നോർമലൈസേഷന്റെ ഏത് പ്രോബ്ലം എടുത്താലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിലെ കാൻഡിഡേറ്റ് കീനെ കണ്ടുപിടിക്കാം. നമുക്കൊരു റിലേഷൻ സ്കീമും അതിനകത്തുള്ള ഡിപ്പെൻഡൻസീസ് ആണ് തരുള്ളൂ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ് കാൻഡിഡേറ്റ് കീസ് ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു തന്നിരിക്കുന്ന റിലേഷൻ നോക്കാം. ഗിവൺ R of ABCD. R of ABCD എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? നമ്മുടെ റിലേഷന്റെ നെയിം ക്യാപിറ്റൽ R എന്നാണ്. അതിനകത്ത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് എയും ബിയും സിയും ഡി ആണ്. പിന്നെ അതിനകത്ത് കുറച്ച് സെറ്റ് ഓഫ് FDs തന്നിട്ടുണ്ട്. A to B, B to C, C to A. അങ്ങനെ സെറ്റ് ഓഫ് FDs തന്നിട്ടുണ്ട്. അപ്പൊ സെറ്റ് ഓഫ് FDസും കാൻഡിഡേറ്റ് കീയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ നോർമൽ ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിച്ചിട്ട് വേണം അതിനകത്തുള്ള പ്രൈം ആട്രിബ്യൂട്ട്സിനെയും നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്, കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു റിലേഷനിലുള്ള സൂപ്പർ കീസിനെ എല്ലാത്തിനെയും കണ്ടുപിടിക്കണം. അപ്പൊ ഒരു കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം സൂപ്പർ കീനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് നമ്മൾ പറയുന്നത്. നമ്മളത് ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. മിനിമം സൂപ്പർ കീസിനെയാണ് നമ്മൾ എന്താ പറയാ? കാൻഡിഡേറ്റ് കീസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റിലേഷനിലുള്ള സൂപ്പർ കീസിനെല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൽ ഇത് മിനിമൽ ആണോ, ഓരോ സൂപ്പർ കീസിനെ കണ്ടുപിടിക്കുക, അത് മിനിമൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ മിനിമൽ സൂപ്പർ കീനെയാണ് നമ്മൾ എന്ത് പറയാ? കാൻഡിഡേറ്റ് കീ എന്ന് പറയാ. അപ്പൊ ഒരു റിലേഷൻ എടുത്താൽ നമുക്ക് ഒരു കാൻഡിഡേറ്റ് കീസും ഒരു സൂപ്പർ കീ അല്ല കിട്ടുന്നത്. കുറേ കാൻഡിഡേറ്റ് കീസിനെയും കുറേ സൂപ്പർ കീസിനെയും കിട്ടും. അതെങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ മിനിമൈസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് നോർമൽ ഫോം ആണെന്നുണ്ടെങ്കിലും തേർഡ് നോർമൽ ഫോം ആണെന്നുണ്ടെങ്കിലും ബോയ്സ് കോഡ് നോർമൽ ഫോം ആണെന്നുണ്ടെങ്കിലും നമുക്ക് കീസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നിനും കണ്ടീഷൻ നമുക്ക് ഓർക്കണ്ട്. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല. അതായത് ഒരു സൂപ്പർ കീയിലേക്ക് നോൺ പ്രൈം ആട്രിബ്യൂട്ട് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വരാൻ പാടില്ല എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ കണ്ടീഷൻസ്.
അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ കാൻഡിഡേറ്റ് കീസിനെ കണ്ടുപിടിക്കുക. കാൻഡിഡേറ്റ് കീസിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ ടേബിളിലെ സൂപ്പർ കീസ് ആയിരിക്കാന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കുക, ആർ ഓഫ് എ ബി സി ഡി ഗിവൺ എഫ് ഡീസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് സൂപ്പർ കീനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു റിലേഷനിൽ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 4 ആട്രിബ്യൂട്ട്സിന്റെയും കോമ്പിനേഷൻ എന്തായിരിക്കും, ഒരു സൂപ്പർ കീ. അതായത് ഒരു ടേബിളിൽ റോൾ നമ്പർ, നെയിം, ഇമെയിൽ ഐ ഡി, അഡ്രസ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന്റെ ഇനീഷ്യൽ കോമ്പിനേഷൻ തന്നെ എന്താണ്, ഒരു സൂപ്പർ കീ. അതായത് നമുക്കിപ്പോ ഒരു റോൾ നമ്പർ എന്നുള്ളൊരു കോളം ഉണ്ട്, അല്ലാതെ വേറെ കുറെ കോളംസ് ഉണ്ട്. റോൾ നമ്പർ എന്ന് പറഞ്ഞത് ഒരു കീ ആണ്. അതായത് റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റുഡന്റിനെയും യുണീക്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റോൾ നമ്പർ കൂടുന്ന എല്ലാ റോൾ നമ്പറിന്റെ കൂടെ കൂട്ടുന്ന എല്ലാ കോമ്പിനേഷൻസ് ഓഫ് ആട്രിബ്യൂട്ട്സും എന്താണ്, ഒരു സൂപ്പർ കീ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത് എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ, ഒരു എന്താണ് സെറ്റ് ഓഫ്, നമുക്കൊരു സൂപ്പർ കീ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് സൂപ്പർ കീ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ, അതിന്റെ ക്ലോഷറിൽ അതിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും വരുവാണെന്നുണ്ടെങ്കിൽ അത് സൂപ്പർ കീ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ സൂപ്പർ കീ ആയിട്ട് എടുക്കുന്നത് എന്താ, ആ ടേബിളിലെ ഫുൾ ആട്രിബ്യൂട്ട്സിനെ നമ്മൾ സൂപ്പർ കീ ആയിട്ട് സെറ്റ് ചെയ്തു. അതായത് സെറ്റ് ഓഫ് എ ബി സി ഡി എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ കീ ആണ്. അതായത് അതിന്റെ ക്ലോഷറിൽ അത് എല്ലാ ആട്രിബ്യൂട്ട്സും ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൂപ്പർ കീ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ സൂപ്പർ കീസ് മിനിമം സൂപ്പർ കീ ആണോ എന്ന് നോക്കുക. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ കീ ആരാണ്, എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ. ഇനി കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ ആരാണ്, മിനിമൽ സൂപ്പർ കീ ആണ് നമ്മുടെ കാൻഡിഡേറ്റ് കീ. ഇനി ആ എ ബി സി ഡി എന്ന് പറഞ്ഞ സെറ്റ് മിനിമൽ സൂപ്പർ കീ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം, നമ്മുടെ സൂപ്പർ കീയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എ ബി സി ഡി ആണ്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന എഫ് ഡിസ് എന്ന് പറഞ്ഞാൽ എ ടു ബി, ബി ടു സി, സി ടു എ. അപ്പൊ ഇതിനകത്ത് നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന സൂപ്പർ കീയുടെ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിന്റെ എന്താണ് റൈറ്റ് സൈഡിൽ ഉണ്ടോ നോക്കാം. അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞതാണ് നമ്മുടെ സൂപ്പർ കീ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്, അതായത് ഓർഡർ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എഫ് ഡി എന്ന് പറഞ്ഞാൽ എന്താ, എ ടു ബി ആ. അതായത് ബി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സൂപ്പർ കീയുടെ ലിസ്റ്റിലുണ്ട്. എ വെച്ചിട്ട് അതിനെ ഡിറ്റർമിൻ ചെയ്യാനും പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീനെ നമുക്ക് സൂപ്പർ കീയുടെ സെറ്റ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അതായത് എ ബി സി ഡി എന്ന് പറഞ്ഞ സൂപ്പർ കീനെ നമുക്ക് മിനിമലൈസ് ചെയ്യണം, മിനിമൽ സൂപ്പർ കീ ആക്കണം. മിനിമൽ സൂപ്പർ കീ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ടേബിളിലുള്ള എഫ് ഡീസ് നോക്കാം. അപ്പൊ ആ സൂപ്പർ കീയുടെ ലിസ്റ്റിൽ, സൂപ്പർ കീയുടെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ വെച്ച് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ നോക്കുമ്പോൾ ബീനെ നമുക്ക് എ കൊണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ബീനെ സൂപ്പർ കീയുടെ ലിസ്റ്റിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്കൊരു മിനിമൽ ഫോം കിട്ടും. അതാണ് എ സി ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എ സി ഡി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിട്ട് കിട്ടി. കാരണം ബി നമുക്ക് അവിടെ ആവശ്യമില്ല, കാരണം ബീനെ ഡിറ്റർമിൻ ചെയ്യാൻ എ ഉണ്ട്. എനെ ഡിറ്റർമിൻ ചെയ്യാൻ ആയിട്ട് ബി ഉള്ളതുകൊണ്ട്, ബീനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ്, ബീനെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ എ സി ഡി എന്ന് പറഞ്ഞൊരു സെറ്റ് കിട്ടി, സൂപ്പർ കീ കിട്ടി. ഇനി എ സി ഡി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആണെന്ന് കിട്ടി. അതിന് ഇനി അത് അതായത് എ സി ഡി എന്നുള്ള ഒരു കോമ്പിനേഷൻ കിട്ടി. ഈ ആ കോമ്പിനേഷൻ ഇനിയും സൂപ്പർ കീ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, എ സി ഡിയുടെ ക്ലോഷർ എടുക്കാം. എ സി ഡിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ സി ഡി ബി കിട്ടും. ക്ലോഷർ കിട്ടേണ്ടത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. എ സി ഡിയുടെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ എ സി ഡി ഇറ്റ്സെൽഫ് ആ സെറ്റിൽ വന്നു, അതിന്റെ കൂടെ ആ ആട്രിബ്യൂട്ട്സിൽ നിന്ന് വേറെ ആരെയൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പൊ എന്ന് ബിയിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ബീനെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ എ സി ഡിയുടെ ക്ലോഷറിലും ഫുൾ ആട്രിബ്യൂട്ട്സും വന്നു. അതുകൊണ്ട് എന്താണ്, അതും ഒരു സൂപ്പർ കീ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ആദ്യം ഒരു എ ബി സി ഡി എന്നുള്ള ഒരു സൂപ്പർ കീനെ സെലക്ട് ചെയ്തു, അതിനെ മിനിമലൈസ് ചെയ്തപ്പോൾ നമുക്ക് എ സി ഡി കിട്ടി. അത് സൂപ്പർ കീ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ ക്ലോഷറിൽ എല്ലാ ആട്രിബ്യൂട്ട്സും വന്നു നോക്കി. അതപ്പം എല്ലാ ആട്രിബ്യൂട്ട്സും വന്നുകൊണ്ട് അടുത്ത സൂപ്പർ കീനെ കിട്ടി, എ സി ഡി. ഓക്കെ, ഇനി ആ എ സി ഡി എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് നമ്മുടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ എ ടു ബി, ബി ടു സി എന്നുള്ള ഒരു
സെറ്റ് ഓഫ് എഫ് ഡിയിൽ സി എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? എ ടു സി ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ സൂപ്പർ കീ. അപ്പൊ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് കേട്ടോ. അപ്പൊ നമ്മളിത് ശ്രദ്ധിച്ചിരുന്നാലാണ് മനസ്സിലാവുള്ളൂ. ഓരോ സൂപ്പർ കീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, മിനിമൽ സൂപ്പർ കീ ആക്കി മാറ്റുക. മിനിമൽ സൂപ്പർ കീ ആക്കാനുള്ള പ്രോസസ്സാണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് തന്നിരിക്കുന്ന സൂപ്പർ കീയുടെ സെറ്റിലെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ റൈറ്റ് സൈഡിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ACD ആണ് ഇപ്പൊ കറന്റ്ലി ഉള്ള സൂപ്പർ കീ. അതിനകത്ത് ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്, എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ഓർഡറിൽ പോകുമ്പോൾ സി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബി ടു സി എന്നുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ നമുക്ക് സൂപ്പർ കീയുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റാം. അപ്പൊ നമുക്ക് കിട്ടുന്ന പിന്നത്തെ സെറ്റാണ് എയും ഡിയും. അതൊരു മിനിമലൈസ് കിട്ടി. ഇനി അത് കാൻഡിഡേറ്റ് കീ ആണോ എന്നറിയാം, അല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു ആട്രിബ്യൂട്ടിനെ റിമൂവ് ചെയ്യാൻ പറ്റി, അത് സ്റ്റിൽ അതൊരു സൂപ്പർ കീ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിന്റെ ക്ലോഷർ എടുക്കുക, ADയുടെ ക്ലോഷർ എടുക്കുക. ADയുടെ ക്ലോഷർ എടുക്കുമ്പോഴും ഫുൾ ആട്രിബ്യൂട്ട് ലിസ്റ്റ് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അതൊരു സൂപ്പർ കീ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഇനി by find the candidate key by taking the closure of subset of SQL check whether it is not a super key. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന സൂപ്പർ കീ എന്താണ്, AD ആണ്. ADയുടെ സബ്സെറ്റ് ഏതൊക്കെയാണ്? അപ്പൊ അതൊരു മിനിമൽ ലെവലിൽ കിട്ടി. AD എന്നുള്ളത് എന്താണ്, നമുക്കൊരു മിനിമൽ ഫോമിൽ കിട്ടി. ഇനി എന്ത് ചെയ്യുക, സൂപ്പർ കീ AD ആണ്. സബ്സെറ്റ് ഓഫ് AD, ഇനി അതിന്റെ സബ്സെറ്റ് കാണുക. സബ്സെറ്റ് ഓഫ് AD എന്ന് പറഞ്ഞാൽ എയും ഉണ്ട് ഡിയും ഉണ്ട്. അപ്പൊ എയുടെയും ക്ലോഷർ കാണുക, ബിയുടെയും ക്ലോഷർ കാണുക. എയുടെ ക്ലോഷർ കാണുമ്പോൾ ABC ആണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഡിയുടെ ക്ലോഷർ കാണുമ്പോൾ ഡി മാത്രമാണ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് രണ്ട് സൂപ്പർ കീ അല്ല. അതുകൊണ്ട് എന്താണ്, AD ഒരു കാൻഡിഡേറ്റ് കീ ആണ്. അപ്പൊ നമ്മൾ സൂപ്പർ കീ, അതായത് AD എന്ന് പറഞ്ഞ സാധനം ഒരു സൂപ്പർ കീ ആയിട്ട് നമുക്ക് മിനിമലൈസ് ചെയ്ത് കിട്ടും. ഇനി അത് കാൻഡിഡേറ്റ് കീ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് മിനിമൽ സൂപ്പർ കീ ആണല്ലോ കാൻഡിഡേറ്റ് കീ. അപ്പൊ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ രണ്ട് സൂപ്പർ കീയിലുള്ള ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതിന്റെ രണ്ടിന്റെ എന്താ ചെയ്യാണ്, സബ്സെറ്റിന്റെ ക്ലോഷർ എടുക്കുക. അപ്പൊ AD എന്ന് പറയുന്നതാണ് സൂപ്പർ കീയുടെ ലിസ്റ്റ്. എയുടെയും ക്ലോഷർ എടുക്കുക, ഡിയുടെയും ക്ലോഷർ എടുക്കുക. എയുടെ ക്ലോഷർ എടുക്കുമ്പോൾ നമുക്ക് ABC മാത്രമേ കിട്ടുള്ളൂ, അതൊരു സൂപ്പർ കീ അല്ല. ഡിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ ഡി മാത്രമേ കിട്ടുള്ളൂ, അതും ഒരു സൂപ്പർ കീ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, AD ഇസ് ദ കാൻഡിഡേറ്റ് കീ ഓഫ് ദ റിലേഷൻ. അപ്പൊ AD കാൻഡിഡേറ്റ് കീ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, എയും ഡിയും. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാൻഡിഡേറ്റ് കീ ആണ് ഇപ്പൊ കണ്ടുപിടിച്ചോളൂ. വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത കാൻഡിഡേറ്റ് കീസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമ്മൾ അതിനെന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്തതിന്റെ കാൻഡിഡേറ്റ് കീയുടെ പ്രൈം ആട്രിബ്യൂട്ട്സ് എയും ഡിയും ആണ്. ആ എയും ഡിയും വെച്ചിട്ട് നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അപ്പൊ നാലാമത്തെ സ്റ്റെപ്പാണ് ആയോളൂ. നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇനിയും നമുക്ക് കാൻഡിഡേറ്റ് കീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ച് ഒരു റിക്കേഴ്സീവ് പ്രോസസ്സ് പോലെ കണ്ടുപിടിച്ചതിന് വീണ്ടും വീണ്ടും ആട്രിബ്യൂട്ട്സ് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുക. കാൻഡിഡേറ്റ് കീ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രൈം ആട്രിബ്യൂട്ട്സും നോൺ പ്രൈം ആട്രിബ്യൂട്ട്സിനെയും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് നോർമൽ ഫോമിന്റെ റൂൾസ് ഓക്കെ ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കിട്ടും. അപ്പൊ ഏതായാലും വീണ്ടും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഈ ഒരു സെക്ഷൻ പറയാം. ഇത് കുറച്ച് മനസ്സിലാക്കാൻ തന്നെ 1, 2, 3 പ്രാവശ്യം ഒരു റിലേഷൻ സ്കീമയിലിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് കിട്ടുള്ളൂ ഈ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാനുള്ളത്. അത് കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3 നമുക്ക് എക്സസൈസ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇത് എക്സാമ്പിൾ 1 തന്നെ നമുക്ക് ഒന്നും കൂടി അടുത്ത ദിവസം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ വരും, ഏതൊക്കെയാണ് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആവണത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസിലും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്.
ഒത്തിരി പ്രോബ്ലംസ് അല്ല, കുറച്ച് പ്രോബ്ലംസ്. പക്ഷെ ഈ ഒരു സെക്ഷൻ പഠിച്ചാലാണ് നമുക്ക് ഹയർ സ്റ്റഡീസിനാണെന്നുണ്ടെങ്കിലും നെറ്റ് എക്സാം അങ്ങനത്തെ ഉള്ള ഗേറ്റ് എക്സാം അതിനൊക്കെ എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ കാൻഡിഡേറ്റ് കീ, ക്ലോഷർ, മിനിമൽ കവർ, VSCNF-ലാണോ എന്ന് ചെക്ക് ചെയ്യില്ല. അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിനകത്ത് ഇച്ചിരി ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം കിട്ടുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഞാൻ അടുത്ത ദിവസം കൂടെ കൂടി കാൻഡിഡേറ്റ് കീസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ഒന്നും കൂടെ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.